പാലക്കാട് ചിറ്റൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ച് അമ്മയ്ക്കും 3 കുട്ടികൾക്കും പരിക്ക്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടമെന്ന് പ്രാഥമിക നിഗമനം. ഗുരുതരമായി പരിക്കേറ്റ അമ്മയെയും 2 കുട്ടികളെയും എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ചിറ്റൂരിൽ ഇന്ന് വൈകിട്ട് അതിദാരുണമായ അപകടമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ 4 പേരിൽ 3 പേരെയും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ അവരെ ചികിത്സയ്ക്ക് ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ എമി, അതോടൊപ്പം തന്നെ ആൽഫ്രഡ് മാർട്ടിൻ, കൂടാതെ കുട്ടികളുടെ അമ്മയായ എൽസി മാർട്ടിൻ എന്നിവരെയാണ് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം എമിയെയും അതിനുശേഷം ആൽഫ്രഡിനെയും എത്തിച്ചു. പിന്നീടാണ് അമ്മ എൽസിയെ എത്തിച്ചത്. 3 പേരുടെയും നില അതീവ ഗുരുതരമാണ്. ഏതാണ്ട് 70% പൊള്ളലേറ്റു എന്നാണ് ഇവരെ കൊണ്ടുവന്ന ആശുപത്രി അധികൃതരടക്കം വ്യക്തമാക്കിയത്. പൊള്ളലടക്കമുള്ള അപകടങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ പാലക്കാട് നിന്ന് രാത്രി വൈകി ഇവിടെ എത്തിച്ചത്. എന്തായാലും 3 പേരുടെയും ചികിത്സ ഇപ്പോൾ ആരംഭിച്ചു. അതിനുശേഷം മാത്രമേ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇവരെ എത്തിച്ചവർ വ്യക്തമാക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കൊണ്ടുവരുമ്പോൾ സാഹചര്യം, ഇവരെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊണ്ടുവരുമ്പോൾ ഒരു 60% ബേൺ ഉണ്ടായിരുന്നു കൊച്ചുകുട്ടിയുടെ. മറ്റേ രണ്ടാമത്തെ ആൾക്ക് ഉണ്ടായിരുന്നു 70% അടുത്തുണ്ടായിരുന്നു. ഗുരുതരം അമ്മയാണല്ലേ? അതെ, അമ്മയ്ക്കാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്, പൊള്ളലേറ്റിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചികിത്സ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞോ? ഇല്ലില്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് അമ്മയും ഇവിടെ എത്തിച്ചത്. അവരുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി ആണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. കാർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. അതിനുശേഷം ആദ്യം പല്ലന ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീടാണ് ഏതാണ്ട് 7:30 തന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും വൈകാതെ അവരുടെ ചികിത്സ ആരംഭിച്ചു. അതിനുശേഷം ഇപ്പോൾ അധികം വൈകാതെ ഇവരുടെ ആരോഗ്യനില എപ്രകാരമാണെന്ന വിവരം നമുക്ക് ലഭ്യമാകും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ബേണിംഗ് ICU സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റിയത്. നിലവിലിപ്പോൾ ഇവരുടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഇവിടെയുണ്ട്, അടുത്ത ബന്ധുക്കളും ഇവിടെയുണ്ട്. അതിദാരുണമായ അപകടമാണ് ഇന്ന് വൈകിട്ട് പാലക്കാട് ചിറ്റൂരിൽ നടന്നത്.